ഒരു ചായ, മധുരം ഇടണ്ട. പിന്നെ ഇവിടുത്തെ സ്പെഷ്യല് പരിഷ്കാരി പഴംപൊരി, അതൊന്ന്. പഴംപൊരി ചായ. എൻ്റെ പേര് സാവിയോ. താങ്ക് യു സാവിയോ. വിശന്നിരിക്കുന്നവൻ്റെ വയറ് നിറയ്ക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കും. പക്ഷേ മനസ്സ് നിറയ്ക്കാൻ അങ്ങനെ ചുരുക്കം ചില പേർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു പുഞ്ചിരി മാത്രം മതിയാവും നമ്മൾ ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ആളുടെ മനസ്സും വയറും നിറയ്ക്കാൻ, അല്ലേ? ഞാനിപ്പോൾ ഉള്ളത് നായരമ്പലത്തെ കാന കഫേയിലാണ്. ഇവിടെ എത്തിയാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആവോളം രുചിയേറിയ ഭക്ഷണവും കഴിക്കാം, ഒപ്പം മനസ്സ് നിറയുകയും ചെയ്യും. കാരണം ഈ കഫേ സ്പെഷ്യലാണ്. സ്പെഷ്യലല്ല, എക്സ്ട്രാ സ്പെഷ്യലാണ്. എന്താണ് കാരണം നോക്കിയാലോ. ഞങ്ങളൊരു 10 വർഷത്തോളമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതാണ്. കുട്ടികളുടെ ട്രെയിനിങ് നമ്മൾ സ്കൂളിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ ആയിരിക്കുമ്പോൾ കുട്ടികൾ ഈ ഒരു വേദി ഇവർക്ക് സ്വയം പര്യാപ്തരാകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതായത് തൊഴിൽ പരിശീലനത്തിൽ ഞങ്ങൾക്കും കഴിവുകളുണ്ട്, ഞങ്ങളും സമൂഹത്തിൻ്റെ ഭാഗമാണെന്നുള്ളൊരു ആത്മവിശ്വാസം കുട്ടികളിൽ കൂടി വരുന്നുണ്ട്. ഓരോ കുട്ടികൾക്കും ഓരോ സ്പെഷ്യൽ സ്കില്ലാണ്. അപ്പോൾ അതിൽ ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ ടൈം ടേബിൾ അനുസരിച്ചിട്ട് ക്ലാസ് ടീച്ചേഴ്സ് തന്നെയാണ് ഓരോ ടൈം അനുസരിച്ചിട്ട് വിടുന്നത്. അവരെ അംഗീകരിക്കുന്ന, അവരെ ചേർത്ത് പിടിക്കുന്ന, അവരോട് കൂടെ നടക്കുന്നൊരു സമൂഹമാണ് നമ്മുടെ ലക്ഷ്യം. സൂപ്പർ ഫുഡാണ്. എല്ലാം നല്ല ക്വാളിറ്റിയും റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇങ്ങനെയുള്ളവർ നമ്മുടെ സമൂഹത്തിൻ്റെ ഇതിൽ കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമം. സ്നാക്സ് സെർവ് ചെയ്യും, ചായ ഉണ്ടാക്കും, ഷേക്കൊക്കെ ഉണ്ടാക്കും, ഡ്രിങ്ക്സ് ഉണ്ടാക്കും, എല്ലാം ചെയ്യും. മോർണിംഗ് ഡ്യൂട്ടി 2 പേര്, ഈവനിങ് ഡ്യൂട്ടി 2 പേര്. ഇവിടെല്ലാം ഐറ്റങ്ങളുണ്ട്. സിസ്റ്ററാണ് എനിക്ക് ജോലി തന്നത്, ഫ്രണ്ട് ഓഫീസറായിട്ട്. സിസ്റ്റർ പണി പോയി ചെയ്ത് സിസ്റ്റർ പണി എല്ലാം സഹായങ്ങൾ കൊടുത്തും അങ്ങനെ ചെയ്യുന്നു. അപ്പോഴാണ് ഇങ്ങനത്തെ കഫേ ആദ്യമായി വന്നതും സിസ്റ്റർ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തതും. ലോകത്തിലെ ഏറ്റവും വലിയ വികാരം വിശപ്പാണ്, ഭക്ഷണമാണ്. അപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഈ ഭക്ഷണം സ്നേഹത്തോടെ കൊണ്ടുത്തരുന്ന ഈ മക്കളും ഇവരെ അതിന് പ്രാപ്തരാക്കുന്ന അധ്യാപകരും, അതുതന്നെയാണ് ഈ കാന കഫേ ശരിക്കും സ്പെഷ്യലാക്കുന്നത്. സഹതാപത്തോടു കൂടി മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല, എല്ലാവരെയും പോലെ തന്നെ ഞങ്ങളും ആദരവർഹിക്കുന്നവരാണ് എന്നാണ് ഇവർ നമ്മെ പഠിപ്പിക്കുന്നത്. ശരത്തമ്പാട്ടുകാവിനൊപ്പം സ്നേഹാമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു കഫേ, വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്റ്റോറിയും സ്നേഹാമോൾ നൈനാൻ നമുക്കൊപ്പം ചേരുകയാണ്. സ്നേഹ, സഹതാപമല്ല, ആദരവും ബഹുമാനവും സ്നേഹവും ഒക്കെയാണ് ഇവർ അർഹിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു സ്റ്റോറിയാണ്. അവിടെ പോയപ്പോൾ സ്നേഹയ്ക്ക് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചത്, പറയൂ. ആദ്യം തന്നെ ഈ കഫേയുടെ ഒരു പ്രവർത്തന സമയം പറയാം. രാവിലെ 10:30 മുതൽ രാത്രി 7 മണി വരെയാണ് കഫേ പ്രവർത്തിക്കുന്നത്. സിറ്റിയിലല്ല, ഈ നായരമ്പലത്ത് കരുണ സ്പെഷ്യൽ സ്കൂളിനോട് ചേർന്ന് തന്നെയാണ്, ഒരു ഇടവഴിയിലാണ് ഈ കഫേ പ്രവർത്തിക്കുന്നത് എന്നാണ്. അപ്പോൾ അതുവഴി പോകുന്നവർ ഈ കാന കഫേയിൽ കയറിയാൽ ഒരിക്കലും അവരുടെ സമയമോ ഒന്നും നഷ്ടമാവുകയില്ല. തികച്ചും വ്യത്യസ്തമായൊരു അനുഭവം തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അതിന് കാരണം എന്നത് നിഷ്കളങ്കമായ ചിരിയോടുകൂടി തന്നെ നമ്മളുടെ മുന്നിലേക്ക് രുചിയേറിയ ഭക്ഷണം അവർ കൊണ്ടുതരുന്നു. അപ്പോൾ നമ്മൾ കഫേയിലെത്തുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ഒരാൾ, അതിനുശേഷം ഇരുന്ന് കഴിയുമ്പോൾ ഓർഡർ എടുക്കാറുണ്ട് ഒരാൾ, നമ്മൾ അതിനുശേഷം ഓർഡർ പറഞ്ഞു കഴിയുമ്പം അതെടുത്ത് അത് കൊണ്ടുതരുന്നു. ഇതെല്ലാം വളരെ പുഞ്ചിരിയോടുകൂടി തന്നെയാണ്, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് ആ കുട്ടികളത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു വ്യവസായ സ്ഥാപനമോ ഒന്നുമല്ല. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ
ക്ലാസ് റൂമിനുള്ളിൽ അല്ലെങ്കിൽ അക്ഷരങ്ങൾ മാത്രം പഠിക്കേണ്ടവരല്ല, മറിച്ച് അവർക്ക് ഈ തൊഴിൽ പരിശീലനവും കൂടി നൽകേണ്ടവരാണ്. ആളുകളുമായിട്ടൊക്കെ ഇടപഴകുമ്പോൾ അവരുടെ ഒരു മനോഭാവത്തിലുമൊക്കെ മാറ്റം വരുത്തും എന്ന ഒരു കൺസെപ്റ്റോട് കൂടി തന്നെയാണ് ആ സ്കൂളിലെ പ്രിൻസിപ്പളായ വിമൽ ഗ്രേസിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു കഫേ തുടങ്ങിയത്. തികച്ചും അത് വളരെ അഭിനന്ദാർഹമായ ഒരു തുടക്കം തന്നെയാണ്. ഇപ്പോൾ കുട്ടികൾക്കും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളുണ്ട്, അവരുടെ മനോഭാവത്തിൽ മാറ്റങ്ങളുണ്ട്. ഓരോ ആളുകൾ വരുമ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. നമ്മളൊക്കെ ഒരാളെ കാണുമ്പോൾ ബിഹേവ് ചെയ്യുന്ന പോലെയല്ല, വളരെ ബഹുമാനത്തോടു കൂടി തന്നെയും ഒരു പുഞ്ചിരിയോട് കൂടി തന്നെയും ഒക്കെ, പുഞ്ചിരിക്കൊക്കെ ഇത്രമാത്രം സൗന്ദര്യമുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന വിധത്തിലാണ് ആ കുട്ടികൾ അത് കൈകാര്യം ചെയ്യുന്നത് എന്നാണ്. കുട്ടികൾ മാത്രമല്ല, ഇപ്പോൾ എല്ലാ സമയത്തും അവരെ മോണിറ്റർ ചെയ്യാൻ ഒരു ടീച്ചർ അവിടെ ഉണ്ടാകും. വളരെ ക്ഷമയോടുകൂടി തന്നെ ആ ടീച്ചർ അത് പറഞ്ഞു കൊടുക്കുന്നു, ആ കുട്ടികളെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നു, അങ്ങനെ അവർക്ക് പരിശീലനം കൊടുക്കുകയാണ്. അപ്പോൾ ഷഫിൾ ചെയ്യും, അതായത് ഇന്ന് ആ കഫയിൽ നിൽക്കുന്നവരെ നാളെ ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ മാറ്റി മാറ്റി ഷഫിൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ കഫയിലെ ഈ ഒരു ജോലി അല്ലെങ്കിൽ ഈ ഒരു പരിശീലനം മാത്രമല്ല, ഇപ്പോൾ റിസപ്ഷനിസ്റ്റായിട്ടും ഒക്കെ കുട്ടികളെ നിയോഗിക്കുകയും ഒക്കെ ചെയ്യുകയുമുണ്ട്. അപ്പോൾ പ്രത്യേകം എടുത്തു പറയേണ്ടത്, ഒട്ടേറെ വിഭവങ്ങളുണ്ട് അവിടെ രുചിയേറിയതായിട്ട്, എല്ലാം രുചിയുണ്ട്. പക്ഷെ എന്നാലും പരിഷ്കാരി പഴംപൊരി, അതാണ് തികച്ചും വ്യത്യസ്തമായി തോന്നിയത്. അപ്പോൾ ഈ പരിഷ്കാരി പഴംപൊരി തന്നെ അത് ഓർഡർ ചെയ്തപ്പോൾ ആ ഒരു പേര് പറഞ്ഞപ്പോഴും നമ്മളും ശ്രദ്ധിച്ചു, പരിഷ്കാരി പഴംപൊരി എന്ന് പറയുന്നത്. ശരി സ്നേഹ, എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ സ്നേഹ പറഞ്ഞൊരു വാചകം, പുഞ്ചിരിക്കൊക്കെ ഇത്രയും ഭംഗിയുണ്ടോ എന്ന് തോന്നിപ്പോകും എന്നുള്ളത്. അവിടെ നിന്നൊരു ഗ്ലാസ് ചായ കുടിച്ചു കഴിഞ്ഞാൽ ചായ കുടിച്ചും ഉഷാറാകാം, ഒപ്പം ഒരുപാട് പോസിറ്റിവിറ്റി ആണല്ലേ അവിടെ നിൽക്കുന്ന കുട്ടികളുടെ ആ ഒരു ചിരിയും ഒക്കെ ആയിട്ട് ഒരുപാട് പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരിടമാണ് കാന കഫേ എന്ന് പറയുന്നത്. അപ്പോൾ നായരമ്പലത്തുള്ളവരൊക്കെ അങ്ങോട്ട് പോയി ഒന്ന് ചായയൊക്കെ കുടിച്ച് ഉഷാറായി കുറച്ച് നേരം സമാധാനമായിട്ട് ഇരുന്നു വന്നാൽ അവർക്കും അതൊരു പിന്തുണയാകുമെന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്.